കാശ്മീരിലെ ഏറ്റവും ഭംഗിയുള്ള താഴ്വരകളിലൊന്നായ പഹൽഗാമിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് 26ഓളം നിരപരാധികൾ കൊല്ലപ്പെടുന്നു. ഈ ഒരു ടെററിസ്റ്റ് ഓപ്പറേഷൻ പാകിസ്ഥാന്റെ നേരിട്ടുള്ള പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ വാഗ അട്ടാരി അതിർത്തി അടച്ചു. രണ്ടാമത്തത്, സാർക്ക് വിസയിൽ ഇന്ത്യയിലെത്തിയ പാക് പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണം. മൂന്നാമത് എന്ന് പറഞ്ഞാൽ, അതിർത്തിയിലൂടെ ഇന്ത്യയിലെത്തിയ പാക് പൗരന്മാർ മെയ് 1 രാജ്യം വിടണം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ട് എനിക്ക് തോന്നിയത് ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. സിന്ധു നദീജല കരാറിന് ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, 1960 സെപ്റ്റംബർ 19 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അതുപോലെ പാകിസ്ഥാൻ പ്രസിഡന്റായ അയൂബ് ഖാനും പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് ഒപ്പിട്ട ഒരു കരാറാണിത്. അപ്പോൾ 64ഓളം വർഷം പഴക്കമുള്ള ഈ ഒരു കരാർ 4 യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് പാകിസ്ഥാനുമായിട്ട് നമ്മൾ 4 യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ കരാർ ഒരിക്കൽ പോലും നമ്മൾ റദ്ദാക്കിയിട്ടില്ല. ആൻഡ് 2001 പാർലമെന്റ് അറ്റാക്കിന്റെ സമയത്തും, അതുപോലെ മുംബൈ അറ്റാക്ക് 2008 നടന്നപ്പോഴും, പുൽവാമ അറ്റാക്ക് വന്നപ്പോഴും നമ്മൾ ഈ ഒരു സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നില്ല. അപ്പൊ അത്രയും പ്രാധാന്യം ഈ ഒരു കരാറിനുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു കരാറിന്റെ ജിയോഗ്രഫി നോക്കാം. അതായത് 1960 സെപ്റ്റംബർ 19 ലോക ബാങ്ക് മധ്യസ്ഥത വഹിച്ച ഈ കരാർ അനുസരിച്ച് 6 നദികൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും വടക്കുള്ള സിന്ധു, ചെനാബ്, ജലം തുടങ്ങിയ നദികളാണ്. ആൻഡ് തെക്ക് ഭാഗത്തായിട്ട് കാണുന്നത് ബിയസ്, രവി, സത്ലജ് തുടങ്ങിയ നദികളാണ്. ഈ 6 നദികളും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ്. ഇതിൽ ബിയസ് പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിലും സത്ലജിലാണ് ഇത് വന്ന് പതിക്കുന്നത്. ഈ ജലവും നേരെ പാകിസ്ഥാനിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ ഈ കരാർ പ്രകാരം ആദ്യത്തെ, അതായത് വെസ്റ്റേൺ റിവേഴ്സ് എന്നറിയപ്പെടുന്ന സിന്ധുവും അതുപോലെ ചെനാബും ജലവും പാകിസ്ഥാന് ജലത്തിന് വേണ്ടി ആശ്രയിക്കാവുന്നതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും ഇന്ത്യ ചെയ്യാൻ പാടില്ല. ബിയസ്, സത്ലജ്, രവി തുടങ്ങിയ നദികൾ ഇന്ത്യയുടെ നദികളാണ്. ഈ നദികളിൽ നമുക്ക് ഡാമുകളോ അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതി നിലയങ്ങളോ ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നമുക്ക് നടത്താവുന്നതാണ്. ഈ കരാർ പ്രകാരം 70% ഈ ജലത്തിന്റെ ഉപഭോക്താവ് എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. 30% ഇന്ത്യയും ഈ ജലം പല ആവശ്യങ്ങൾക്കായിട്ട് ജലസേചനത്തിനും അതുപോലെ ജലവൈദ്യുത പദ്ധതി നിലയങ്ങൾക്കും വേണ്ടിയിട്ട് ആശ്രയിക്കുന്നുണ്ട്. ഈ കരാർ പ്രകാരം പാകിസ്ഥാന്റെ നദികളായിട്ടുള്ള സിന്ധു, ജലം, ചെനാബ് എന്നീ നദികളിലെ ജലം ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ കർഷകരും അവിടെയുള്ള നഗരങ്ങളുമാണ്. അപ്പോൾ സിന്ധു നദീജല കരാർ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ കാർഷിക മേഖലയെ കൂടുതലായിട്ട് ആശ്രയിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയണം.